വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ചിക്കൻ കാസറോൾ ആണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണിത്. ലഞ്ചായോ ഡിന്നറായോ ഒക്കെ സെർവ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂമും ഒണിയനും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു ചിക്കനാണിത്. ഇത് നിങ്ങൾക്ക് പാസ്തയുടെ കൂടെ സെർവ് ചെയ്യാം, അല്ലാതെ ഇത് മാത്രമായിട്ടും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും വളരെ ടേസ്റ്റിയാണ്. തയ്യാറാക്കി നോക്കാം. ഈസി ആയിട്ട് നമ്മുടെ അടുത്ത ഗ്രോസറി ഷോപ്പിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ ഡിഷ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വറുത്തെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് മൈദ വേണം, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ വേണം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ ഇതുപോലെ നല്ല തിൻ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ ചിക്കൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ്. ഇതിൻ്റെ എല്ലാ പീസസും ഇതേപോലെ മൈദയിൽ മുക്കിയെടുക്കാം. ഞാനിവിടെ സ്പഗറ്റി പാസ്തയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഇതുപോലെ നീളമുള്ള പാസ്ത. അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ പാക്കറ്റിൽ എന്ത് ഇൻസ്ട്രക്ഷനാണോ പാസ്ത കുക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അത് ഫോളോ ചെയ്യുന്നതാണ്. പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആ വെള്ളത്തിന് ആ ഒരു ഉപ്പിൻ്റെ രസം വരണം, ആ ഒരു രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിന് ഇത്ര എന്നൊരു കണക്കൊന്നുമില്ല, കാരണം ഈ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പാസ്ത വെന്ത് കഴിയുമ്പോൾ ആ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കളയാനുള്ളതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ ചൂടാക്കി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാനിൻ്റെ ആ അടിവശം ഒന്ന് കോട്ട് ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പഗറ്റി ഇതുപോലെ അടുക്കിയെടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ വെള്ളത്തിലിടുമ്പോൾ ഇത് തമ്മി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയമായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനിയും സ്പൂൺ കൊണ്ട് തെള്ളി താഴെ ആക്കേണ്ട ഒന്നും കാര്യമില്ല, തനിയെ അത് വെള്ളത്തിലേക്ക് പോയിക്കോളും. പിന്നെ ഇതൊരു 10 to 12 മിനിറ്റ്സ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലതുപോലെ വെന്തു വരണം. ഇവിടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കതപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റാം. സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇത് തമ്മി ഒട്ടാതിരിക്കാനാണ്. ചൂടോട് കൂടിയാകുമ്പോൾ ഈ പാസ്ത തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും. ഇവിടെ ഇപ്പോൾ പാസ്ത തയ്യാറായി. നമുക്കിനി ഇത് സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് സവാളയൊക്കെ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ വറുത്തെടുത്ത എണ്ണയില്ലേ, ആ എണ്ണ തന്നെ യൂസ് ചെയ്യുക. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കണം. തുള്ളി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. വളരെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടൺ മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. ഒരു 200 ഗ്രാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഷ്റൂം ഒന്ന് വെന്ത് വരണം. മഷ്റൂം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം ഹാഫ് ഉപയോഗിക്കാവുന്നതാണ്. ഹാഫ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ഹാഫ് കപ്പ് ഹോൾ മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇറ്റാലിയൻ ഡിഷസിലൊക്കെ ഹാഫ് അല്ലെങ്കിൽ ഹെവി വിപ്പിംഗ് ക്രീം ഒക്കെയാണ് ഉപയോഗിക്കുക. ഞാനിവിടെ നമ്മുടെ ഫ്രഷ് ക്രീം, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ക്രീം അതിന് പകരമായിട്ട് എടുത്തതാണ്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല, അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് അവനിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ്സ് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രത്തിലേക്ക് ഈ കണ്ടൻസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കാസറോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ പാസ്തയൊക്കെ ഒരു പ്ലേറ്റിലെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാണാനുള്ള ഒരു ഭംഗിക്കായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ഇതിലേക്ക് പാർമീസിയൻ ചീസാണ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ചീസ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീസ് യൂസ് ചെയ്യുക. ഇതുപോലെ ഇറ്റാലിയനൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.